ഹായ് എവരിവൺ, നിങ്ങൾ കോഴിക്കോട് വൈറലായിട്ടുള്ള താമരപ്പാടത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് കണ്ടിട്ട് അതിനുശേഷം മാത്രം തീരുമാനിക്കുക പോകണോ വേണ്ടോ. ഏതൊരു യാത്രയും തുടങ്ങുന്നത് പോലെ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു യാത്രയും തുടങ്ങിയത്. ചെറിയൊരു മഴയൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ ബൈക്ക് എടുത്തൊരു യാത്ര എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. കൊയിലാണ്ടിക്കടുത്ത് പൂയിൽക്കാവിൽ നിന്ന് കലോപ്പോയിൽ റോഡിന് ഏകദേശം ഒരു 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ ഒരു താമരപ്പാടത്തിൽ എത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അത്യാവശ്യം വൈറലായതുകൊണ്ട് തന്നെ ആരോട് ചോദിച്ചാലും അങ്ങോട്ടുള്ള വഴി കാണിച്ചിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ നേരത്തെ യാത്രയ്ക്കൊടുവിൽ ഞാൻ അവിടെ എത്തിച്ചേർന്നു. ഈ ഒരു മഴയത്തും താമരപ്പാടം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ ചെന്നിറങ്ങിയ സമയത്ത് ഒരു നിമിഷത്തേക്ക് ഞാൻ ചിന്തിച്ചു പോയി, ദൈവമേ ഇത് തന്നെയായിരുന്നു ഞാൻ റീലൊക്കെ കണ്ടിരുന്ന താമരപ്പാടം. കാരണം ഈ ഒരു സ്ഥലത്തിന്റെ മുൻപുള്ള വീഡിയോസും റീലും ഒക്കെ കണ്ടവർക്ക് നന്നായിട്ട് മനസ്സിലാവും ഈ ഒരു സ്ഥലം എത്ര മനോഹരമായിരുന്നു. ആ ഒരു സ്ഥലത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇവിടെ വരുന്ന എല്ലാവരും തന്നെ പാടത്തിലേക്ക് ഇറങ്ങുകയും അവർക്ക് പറ്റുന്ന താമരകളെല്ലാം പറിച്ചെടുക്കുകയും ചെയ്യാണ്. അവരവരുടെ കുറച്ച് നേരത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഈ ഒരു കാര്യമാണ് ഈ ഒരു സ്ഥലത്ത് ഇത്രയും മോശാവസ്ഥയിലേക്ക് തള്ളിവിട്ടത്. ഈ ഒരു ബോക്സ് അവിടെ കൊണ്ടുവച്ചിട്ടും പ്ലാസ്റ്റിക്കും മറ്റ് വേസ്റ്റും എല്ലാം പാടത്തിങ്ങനെ കൊണ്ടിടുന്ന മറ്റു ചിലർ. പാടത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നത് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് അവിടെ മാത്രം കുറച്ച് താമര ബാക്കി നിൽപ്പുണ്ട്. സോ അവിടെ പോകുന്നവർ ഇനിയെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നാളേക്കായിട്ട് ഈ ഒരു സ്ഥലം സംരക്ഷിച്ച് നിർത്തേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ ഫ്രം അഭിനവ്.